ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോയുടെ 2025 ജൂലൈ എക്സാമിനേഷൻ്റെ ഹോൾ ടിക്കറ്റ് റിലീസായിട്ടുണ്ട്. ഈ അടുത്തായിട്ട് നമ്മളോട് ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു കാര്യം, ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ലിങ്ക് അയക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോർമലി നമ്മുടെ എക്സാം ഇപ്പോൾ നടക്കാൻ പോകുന്നത്, ജൂൺ എക്സാം നടക്കാൻ പോകുന്നത് ജൂൺ 12 മുതൽ ജൂലൈ 19 വരെയാണ്. അങ്ങനെ ഒരു 30 വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അപ്പം ഡേറ്റൊക്കെ പലരും ചോദിക്കുന്ന സമയത്ത് ഞാൻ ഡേറ്റ് ഷീറ്റ് അയച്ചു കൊടുക്കാറാണ്. കാരണം ആ ഡേറ്റ് ഷീറ്റിലാണ് എല്ലാ ഡേറ്റും ഉണ്ടാവുക. ഹോൾ ടിക്കറ്റ് പൊതുവേ വരാറ് എക്സാമിൻ്റെ 10 ദിവസത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ 12 എക്സാം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്കിലാണ് ഈ ഹോൾ ടിക്കറ്റ് റിലീസാവുക. നമ്മൾ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ഹോൾ ടിക്കറ്റ് റിലീസാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ തവണയും നമുക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാനും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് എടുക്കാനൊക്കെ സെപ്പറേറ്റ് ലിങ്കിൽ കയറിയിട്ട് സൈറ്റിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണത്തെ എക്സാം രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത് സ്റ്റുഡൻറ്റ് പോർട്ടലിൽ വെച്ചിട്ടാണ്. അതായത് നമ്മൾ റീ രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്ന പോർട്ടലില്ലേ, സ്റ്റുഡൻറ്റ് പോർട്ടൽ, അതിൽ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് റിലീസാക്കിയപ്പോഴത്തേനും ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിട്ടുള്ളതും സ്റ്റുഡൻറ്റ് പോർട്ടൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എക്സാം രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി സ്റ്റുഡൻറ്റ് പോർട്ടലിൻ്റെ യൂസർ ID പാസ്വേഡ് ഉണ്ടാവും. അപ്പോൾ ആരാണ് നിങ്ങൾക്ക് എക്സാം രജിസ്ട്രേഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് പാസ്വേഡ് ചോദിക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് പാസ്വേഡ് ഓർമ്മയില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് റീസെറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. സ്റ്റുഡൻറ്റ് പോർട്ടൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ യൂസർ നെയിം നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ആയിരിക്കും. പാസ്വേഡ് നിങ്ങൾ സെറ്റ് ചെയ്തൊരു പാസ്വേഡാണ്. ഓക്കെ, അത് കൊടുക്കുക. പിന്നെ ഇതിലത്തെ ക്യാപ്ഷൻ കൂടി വെരിഫിക്കേഷൻ നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഇൻ കേസ് നിങ്ങൾക്ക് പാസ്വേഡ് തെറ്റാണ് വരുന്നതെങ്കിൽ ഇവിടെ റീസെറ്റ് പാസ്വേഡ് ഓപ്ഷനുണ്ട്. അതിനകത്ത് പോവുക. നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കറക്റ്റ് തന്നെ സെലക്ട് ആക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾ എൻറോൾമെൻറ്റ് നമ്പറും കൂടി ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ രജിസ്റ്റേർഡ് മെയിലിലോട്ടോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഫോൺ നമ്പറിലോട്ടോ OTP പോവും. ആ OTP നിങ്ങളോട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയല്ല നിങ്ങൾക്ക് പാസ്വേഡ് ഓർമ്മയുണ്ടെങ്കിൽ പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വഴി എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിൻ്റെ പ്രൊഫൈലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഭാഗത്തോട്ടാണ് വരിക. ഇവിടെ ഫസ്റ്റ് തന്നെ ഹോമിൽ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അതിൻ്റെ താഴത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ 4ാമത്തെ ഓപ്ഷനായിട്ട് ഫോർ എക്സാം അഡ്മിറ്റ് കാർഡ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ റെഫറൻസ് നമ്പർ, പ്രോഗ്രാം, ഏത് ടേം ആൻഡ് എക്സാമിനേഷനാണ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ളത്, എൻറോൾമെൻറ്റ് നമ്പർ, ഏത് സെമസ്റ്റർ ആണെന്നുള്ള കാര്യങ്ങളുണ്ടാവും. അതുപോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടാവും. അതിൻ്റെ ഏറ്റവും റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേനും ഇതാ ഇവിടെ വ്യൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷനുണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹോൾ ടിക്കറ്റ് അങ്ങ് ഡൗൺലോഡ് ആയിട്ട് വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ്. ഇതിനകത്ത് എൻറോൾമെൻറ്റ് നമ്പർ റെഡ് കളർ കാണിക്കുന്നുണ്ട്, പ്രോഗ്രാം കോഡ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. റൈറ്റ് സൈഡിൽ ഫോട്ടോ ഉണ്ടാവും. എല്ലാ ആൾക്കാർക്കും ഫോട്ടോ ഉണ്ടാവും. ഇൻ കേസ് ആർക്കെങ്കിലും ഫോട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോട്ടോ ഒട്ടിച്ചതിന് ശേഷം സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്ക് ഫോട്ടോ ഉണ്ടാവും. ഇനി ഫോട്ടോ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. താഴത്തോട്ട് പോകുന്തോറും നമ്മൾ കൊടുത്ത ടെസ്റ്റ്, അതായത് പേനും പേപ്പർ ഉപയോഗിച്ചുള്ള ടെസ്റ്റ് ആണോ അതോ CBDT ആണോ എന്നുള്ളത് കാണും. ഓൺലൈൻ പ്രോഗ്രാം എടുത്തവർക്ക് മാത്രമാണ് കേട്ടോ കമ്പ്യൂട്ടർ ടെസ്റ്റ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കമ്പ്യൂട്ടർ ടെസ്റ്റ് വേണം, പേനും പേപ്പർ ഉപയോഗിച്ചുള്ള ടെസ്റ്റ് വേണം എന്നുള്ളത് ചോദിക്കുന്നത്. അതേസമയം ODLർക്ക് പേനും പേപ്പർ ഉപയോഗിച്ചുള്ള ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്തായാലും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ടെസ്റ്റ് ചെയ്താന്നുള്ളത്. അതുപോലെ തന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് എക്സാം സെൻറ്റർ. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 or 2 എക്സാമിനേഷൻ സെൻറ്ററൊക്കെ കൊടുത്ത് കാണും. പക്ഷേ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് ഒറ്റ എക്സാമിനേഷൻ സെൻറ്റർ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ എക്സാം സെൻറ്റർ, ഇപ്പോൾ ഹോൾ ടിക്കറ്റിൽ വന്ന എക്സാം സെൻറ്റർ നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ എക്സാം സെൻറ്റർ കൂടിയ സമയത്ത് പല ആൾക്കാരും പല സെൻറ്ററിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്ര സെൻറ്ററിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും, ആദ്യം അപ്ലൈ ചെയ്ത സെൻറ്റർ ആണെങ്കിലും അവസാനം അപ്ലൈ ചെയ്ത സെൻറ്റർ ആണെന്നുണ്ടെങ്കിലും ഇഗ്നോ തരുന്ന സെൻറ്ററിൽ പോയിട്ടാണ് നമ്മൾ എക്സാം എഴുതേണ്ടത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ള അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് നോക്കിയിട്ട് ആരും ഇരിക്കരുത്. അതിലത്തെ എക്സാം സെൻറ്റർ അല്ല നമ്മുടെ ഫൈനൽ എക്സാം സെൻറ്റർ. നമുക്ക് വന്ന ഈ ഹോൾ ടിക്കറ്റിലെ എക്സാം സെൻറ്ററാണ് നമ്മുടെ ഫൈനൽ സെൻറ്റർ. സോ ഹോൾ ടിക്കറ്റിൽ ഏത് സെൻറ്ററിലാണോ നിങ്ങൾക്ക് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുള്ളത് ആ സെൻറ്ററിൽ പോയിട്ട് വേണം നിങ്ങൾ എക്സാം എഴുതാൻ. ഓക്കെ, ഈ എക്സാം സെൻറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാനേ കഴിയില്ല കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ വേറെ സെൻറ്ററിൽ അപ്ലൈ ചെയ്യാം. അതും ഹോൾ
ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോഴാണ് കൺഫേം ആവുള്ളൂ. അപ്പോൾ ഓരോ ടേം ആൻഡ് എക്സാമിനേഷനിലും നമുക്ക് എക്സാം സെൻറ്റർ ഇഷ്ടമുള്ളിടത്തൊക്കെ കൊടുക്കാം. കിട്ടുമ്പോൾ മാത്രമേ കൺഫേം ആവുള്ളൂ. ഈ ജൂൺ ടേം ആൻഡ് എക്സാമിനേഷൻ്റെ ഹാൾ ടിക്കറ്റ് വന്നു. ഹാൾ ടിക്കറ്റുള്ള സെൻറ്ററിൽ പോയിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. ഇനി താഴത്തോട്ട് വരുമ്പോഴത്തേനും നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, അത് ഈവനിങ് സ്ലോട്ടാണോ മോർണിംഗ് സ്ലോട്ടാണെന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റിൻ്റെ കോഴ്സ് കോഡ് ഉണ്ട്. അതുപോലെ തന്നെ കോഴ്സ് കമ്പോണൻ്റ്, അതായത് തിയറി ആണോ പ്രാക്ടിക്കൽ ആണുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാ കോഴ്സുകളും തിയറി തന്നെയാണ്. പ്രാക്ടിക്കൽ ഇപ്പോഴെല്ലാം നടക്കുക, തിയറി കഴിഞ്ഞതിന് ശേഷമാണ്. അതുപോലെ തന്നെ ഷെഡ്യൂളിങ് ടൈം രാവിലെ ആണെന്നുണ്ടെങ്കിൽ 10 മണി മുതൽ 1 മണിൻ്റെ ഇടയിലായിരിക്കും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ളതാണെങ്കിൽ 2 മണി മുതൽ 5 മണിക്ക് ശേഷമായിരിക്കും. അപ്പോൾ ഇതുവരെ മാത്രം നിങ്ങൾ ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് എടുക്കുമ്പോൾ എടുത്താൽ മതി. അതായത് നമ്മുടെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഷെഡ്യൂളിങ് ടൈമും അതുവരെ മാത്രം നിങ്ങൾ ഹാൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്താൽ മതി. കളർ കോപ്പിയോ അല്ലെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതിനകത്ത് താഴത്തോട്ട് വരുന്ന ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുക. ഇതൊന്നും പ്രിൻ്റ് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക.